കല്യാണം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ട് പാവപ്പെട്ടവർ എത്തിയ മക്കളെ ആ കല്യാണം കഴിഞ്ഞിട്ട് സുഖസുന്ദരമായിട്ട് ഹബീബിന്റെ ചാരത്ത് ചെല്ലുകയാണ്. 13 ലക്ഷം ബാലൻസ് ഉണ്ട്. അത് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം എന്തിനാണ് അത് ചെയ്യാൻ. നിങ്ങൾക്കൊന്നും കഥകൾ അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളി, നിങ്ങൾ എന്റെ ബുദ്ധിമുട്ടിക്കണം. സ്നേഹം ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചോളി കേട്ടോ. അള്ളാഹു ബർക്കത്ത് കേട്ടോ. അപ്പൊ ഇതെന്താണ് ഇത്? അപ്പോ ഇൻഷാ അല്ലാഹ് ചോറ് വയ്ക്കാതെ ഇവിടുന്ന് പോയത് മനസ്സിലായോ? ആ ചോറ് അള്ളാഹു ശിഫ നൽകട്ടെ കേട്ടോ. ഇവിടെ ഒന്നവർക്ക് അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ ആ രക്ഷിതാക്കളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇനി ഒരു വട്ടം കൂടെ വിളിച്ചാൽ വരുമോ? മുഖത്തിന് മലയാളിയല്ല. അപ്പോ ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. പിന്നെ 14 പേര് ഞാൻ ഉംറക്ക് കൊണ്ടുപോണ്ട്. അങ്ങക്ക് ആരെങ്കിലും അറിയോ അടിഞ്ഞുമാര്? അപ്പൊ ഇൻഷാ അല്ലാഹ് പോകാത്തവരാരൊക്കെ ഉണ്ടോ അവർ ഇൻഷാ അല്ലാഹ് തെരഞ്ഞെടുക്കും. 14 ഇൻഷാ അല്ലാഹ് ആ അന്നത്തെ ഉംറയിൽ 14 ദിവസം ഞാൻ ഉണ്ടാവും. ഞാനത് ആ 14 ഇൻഷാ അല്ലാഹ് ഞാൻ സാധാരണ 1-2 ദിവസം മാത്രമാണ് ഉംറക്ക്. അന്നത്തെ 14 ദിവസത്തെ ഉംറയിലും ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു 20 ടോക്കന്റെ ഒരു 20 ആള് ഞാൻ 45 വിചാരിച്ചത് 90 ആളെ കൊണ്ടുപോകണം. ഇപ്പൊ 90 ആളിട്ടാ പോകുന്നത്. അതിലിപ്പോ 20 ആളെ കുറവുണ്ടത് 2 ദിവസം കൂടെ ആവും. ഞാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. കല്യാണം കഴിഞ്ഞിട്ട് പാവപ്പെട്ടവർ എത്തിയ മക്കളെ ആ കല്യാണം കഴിഞ്ഞിട്ട് സുഖസുന്ദരമായിട്ട് ഹബീബിന്റെ ചാരത്ത് ചെല്ലുകയാണ്. അള്ളാഹു ബർക്കത്ത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി എന്താ പറയുള്ളത്? പിന്നെ ചോറ് വെച്ചിട്ട് പോകണം. അതൊക്കെ തെരപ്പാക്കണം. ചോറൊക്കെ തിന്ന് അതിന്റെ പാത്രങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അടിമമാരൊക്കെ മുമ്പ് പോയി ഇവർക്ക് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ തിന്നണം. വന്ന ആളുകൾ തിന്നിട്ട് നിങ്ങൾ അടിമമാർ തിന്നാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങളെ കുറിച്ച് ഭയങ്കര അഭിപ്രായം എല്ലാവർക്കും. നൂറെ ഹബീബിന്റെ അടിമമാരെന്ന് പറഞ്ഞാല് അതൊരു ഭാഗ്യാണ്. അള്ളാഹു അർശിന്റെ അല്ലാഹു ഒറ്റ നൽകട്ടെ. സിറാത്ത് പാലം എളുപ്പം കിടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ കേട്ടോ. അപ്പൊ അതിനെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടല്ലോ കേട്ടോ. എന്നാ ശരി.